ശക്തമായ മഴയിൽ പാഴിയോട്ടുമുറിയിൽ മരം ഒടിഞ്ഞു വീണ് 2 വാഹനങ്ങൾ തകർന്നു. 2 പേർക്ക് പരിക്കേറ്റു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കേരള ഷോളയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു. ചാലക്കുടിയിലെ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്ത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തിയവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത്. പാവറട്ടി ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശോചനീയാവസ്ഥയിൽ. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൌചാലയം അടച്ചിട്ടതിനാൽ ശങ്ക തീർക്കാനാകാതെ യാത്രക്കാർ നെട്ടോട്ടത്തിൽ. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ, നടൻ പ്രഭിൻ, നടി ഐശ്വര്യ രാംസായി. വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവേ നടപടികൾ ആരംഭിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ശക്തമായ കാറ്റിലും മഴയിലും പാഴിയോട്ടുമുറിയിൽ മരം ഒടിഞ്ഞു വീണ് 2 വാഹനങ്ങൾ തകർന്നു. 2 പേർക്ക് പരിക്കേറ്റു. റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെയും പിക്കപ്പ് വാനിന്റെയും മുകളിലേക്കാണ് റോഡരികിൽ നിന്നിരുന്ന മദിരാശി ഈത്തമരം ഒടിഞ്ഞു വീണത്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുകയും പിക്കപ്പ് വാഹനത്തിന്റെ മുൻവശം തകരുകയും ചെയ്തു. ഓട്ടോറിക്ഷ ഡ്രൈവർ പാഴിയോട്ടുമുറി തോന്നല്ലൂർ കാണൂര് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ എരുമപ്പെട്ടി കുട്ടഞ്ചേരി ചെറുകുന്നത്ത് വീട്ടിൽ സിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോന്നല്ലൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷ. കുന്നംകുളം ചുവന്നൂരിൽ നിന്ന് സിമന്റ് ഇറക്കി എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്നു പിക്കപ്പ് വാൻ. അപകടത്തെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും കുന്നംകുളം ഫയർഫോഴ്സും ചേർന്ന് മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. എരുമപ്പെട്ടി SI യു മഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ ആൽമരം കടപുഴകി വീണു. നഗരസഭാ ഓഫീസിന് സമീപം കോട്ടക്കോവിലകത്തിന്റെ മുന്നിലുള്ള പേരാലാണ് നിലം പതിച്ചത്. മരം വീണ് വൈദ്യുതി കമ്പി പൊട്ടിയെങ്കിലും KSEB ജീവനക്കാർ ഉടൻ തന്നെ ലൈൻ ഓഫ് ചെയ്തതിനാൽ അപകടം ഒഴിവായി. നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ചായക്കടയ്ക്ക് മുകളിലാണ് മരം കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് ചായക്കടയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. കനത്ത മഴയിൽ കടങ്ങോട് ആദൂരിൽ കിണർ ഇടിഞ്ഞു വീണു. ആദൂരിൽ കാട്ടിലച്ചിറയ്ക്ക് സമീപം താമസിക്കുന്ന ദേവസ്വം പറമ്പിൽ ഷാജിയുടെ വീട്ടുകിണറാണ് ഇടിഞ്ഞു വീണത്. 7 കോൽ താഴ്ചയുള്ള കിണർ പൂർണ്ണമായും ഇടിഞ്ഞു വീണു. വീടിനോട് ചേർന്നാണ് കിണർ ഇടിഞ്ഞത്. സമീപത്തുള്ള റോഡും ഇടിഞ്ഞിട്ടുണ്ട്. സമീപത്തെ മല്ലിശ്ശേരി സുബ്രഹ്മണ്യന്റെ വീടിനും കിണറിടിച്ചിൽ ഭീഷണിയാണ്. അധികൃതർ സ്ഥലത്തെത്തി വീട്ടുകാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. കേരള ഷോളയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു. ഡാമിലെ ജലനിരപ്പ് 2662.90 അടിയായ സാഹചര്യത്തിലാണ് ഘട്ടം ഘട്ടമായി 50 ക്യുമെക്സ് ജലം പെരിങ്ങൽകുത്ത് റിസർവോയറിലേക്ക് ഒഴുക്കുന്നത്. ഡാമിന്റെ ഒരു ഷട്ടർ 0.5 അടി തുറന്നാണ് വെള്ളമൊഴുക്കുന്നത്. ചാലക്കുടി പുഴയിൽ പരമാവധി ക്രമാതീതമായി ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പൊതുജനങ്ങൾ പുഴയിൽ കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ചാലക്കുടിയിൽ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്ത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തി ചതിക്കപ്പെട്ടവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത്. യുക്രൈനിൽ കൊല്ലപ്പെട്ട റഷ്യൻ സംഘത്തിലെ തൃക്കൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനൊപ്പം റഷ്യയിലെത്തിയ കൊടകര കനകമല സ്വദേശി സന്തോഷ് ഷൺമുഖൻ, കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ, മണലൂർ സ്വദേശി ജെയിൻ, എറണാകുളം കുറുമ്പശ്ശേരി സ്വദേശി റെനിൽ തോമസ്, കൊല്ലം മേയനൂർ സ്വദേശി സിബി തോമസ് എന്നിവരാണ് സഹായം അഭ്യർത്ഥിച്ച് വീഡിയോ പുറത്തുവിട്ടത്. ഞങ്ങളിപ്പോൾ ബഹുമത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഇത് ബോർഡറാന്ന് തോന്നുന്നു. പുറത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നിറച്ച് ബോംബൊക്കെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പണി മിസൈൽ ആക്രമണം, മിസൈൽ എപ്പോഴും എൻ്റെ സൗണ്ട് എപ്പോഴും കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരൻ സിബി എന്ന് പറഞ്ഞിട്ട് അവൻ വേറെ സ്ഥലത്താണ്. അവൻ വെടിവെക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്, അവനെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വഴിക്കൊരു സഹായം കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഈ അവസ്ഥയിൽ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന 5 പേരും നിലവിൽ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും 1200 കിലോമീറ്ററിലധികം ദൂരമുള്ള ബഹ്മത് എന്ന സ്ഥലത്തെ പട്ടാള ക്യാമ്പിലാണ് ഉള്ളത്. യുദ്ധമുഖത്ത് തൽക്കാലം സുരക്ഷിതരാണെങ്കിലും എന്തും സംഭവിക്കാമെന്ന ആശങ്കയിലാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇവർ റഷ്യയിലെത്തിയത്. സൈന്യത്തിൽ ചേർന്നതോടെ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. ചെറിയ ജോലികളാണെങ്കിലും ഉയർന്ന ശമ്പളം ലഭിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് 6 പേരും റഷ്യയിലെത്തിയത്. ടൂറിസ്റ്റ് വിസയിലെത്തിയതിനു ശേഷമാണ് ഇവർക്ക് റഷ്യൻ പൗരത്വം എടുക്കണമെന്നും
സൈന്യത്തിൽ ചേരണമെന്നും മനസ്സിലായത്. റഷ്യയിൽ കുടുങ്ങിയ ഉറ്റവരെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി പലരുടെയും ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം കൂടി ആയതിനാൽ ഇന്ത്യൻ എംബസിക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. അതുകൊണ്ടുതന്നെ സർക്കാർ തലത്തിൽ അടിയന്തര നീക്കം നടത്തണമെന്നും കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. പാവറട്ടി ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശോചനീയാവസ്ഥയിൽ. പഞ്ചായത്ത് അധികൃതർ ബസ് സ്റ്റാൻഡിനോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധം വ്യാപകം. ചപ്പുചവറുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ നിറഞ്ഞും പുകവലിക്കാരുടെയും തെരുവുനായ്ക്കളുടെയും വിഹാരകേന്ദ്രമായും ബസ് സ്റ്റാൻഡ് മാറി. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിലാണ് തെരുവുനായ്ക്കൾ പ്രസവിച്ച് കിടക്കുന്നത്. ആളുകൾക്ക് ബസ് കാത്ത് നിൽക്കുവാനോ ഇരിക്കുവാനോ കഴിയാത്ത സ്ഥിതിയിലാണ് ഇവിടം. സമീപത്തെ കംഫർട്ട് സ്റ്റേഷനും വൃത്തിഹീനമാണ്. തൊട്ടു മുൻപിലാണ് പഞ്ചായത്ത് ഓഫീസെങ്കിലും പഞ്ചായത്തിൻ്റെ കാര്യമായ ശ്രദ്ധ ഇവിടേക്കില്ല. ആരോഗ്യവകുപ്പും പോലീസും പൊതുസ്ഥലത്തെ പുകവലിക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. കാത്തിരിപ്പ് കേന്ദ്രത്തോടനുബന്ധിച്ച് പോലീസ് സൈഡ് പോസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും പോലീസിനെ നിയോഗിക്കാത്തതുമൂലം ഗ്രാമപഞ്ചായത്ത് തന്നെ ഇത് അടച്ചുപൂട്ടുകയായിരുന്നു. ട്രാഫിക് ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസ് ഇടയ്ക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തി പരിശോധന നടത്താറുണ്ടായിരുന്നെങ്കിലും ഏറെക്കാലമായി ഈ സേവനവും നിലച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വൃത്തിയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവറട്ടി. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടതിനാൽ യാത്രക്കാർ നെട്ടോട്ടത്തിൽ. ഒരാഴ്ചയായി ശൗചാലയം തുറക്കാത്തതിനാൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും നാട്ടുകാരും ശങ്ക തീർക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. മാളയിലെ ഏക പൊതു ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടിരിക്കുന്നത്. VR സുനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 22.65 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച ശൗചാലയം 2020 സെപ്റ്റംബർ 23 തുറന്നത്. ഉദ്ഘാടന ശേഷം വെള്ളമില്ലാത്തതിനാൽ പലപ്പോഴും അടച്ചിടേണ്ട അവസ്ഥയിലായിരുന്നു. ശൗചാലയത്തിന്റെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞതാണ് അടച്ചിടാൻ കാരണമെന്ന് കരാറുകാരൻ പറഞ്ഞു. മാലിന്യം നീക്കി ശൗചാലയം ഉടൻ തുറക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകിവരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. ലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളായി 16 പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി. ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായ് മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി. മികച്ച ജനപ്രീതിയുള്ള നടനായി സാജൻ സൂര്യ, നടി റെബേക്ക സന്തോഷ്, പ്രതിനായക വേഷത്തിലെ മികച്ച നടനായി ജിഷിൻ മോഹൻ, നടി ആൻ മാത്യു എന്നിവരെയും തിരഞ്ഞെടുത്തു. ഹാസ്യവേഷത്തിലെ മികച്ച നടനായി റിയാസ് നർമ്മകലയും നടിയായി നേഹ ശ്രീകുമാറിനെയും തിരഞ്ഞെടുത്തു. സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ, നടി ചിലങ്ക, മികച്ച അവതാരക ലക്ഷ്മി നക്ഷത്ര, മികച്ച സംവിധായകൻ മഞ്ജു ധർമ്മൻ, മികച്ച ജനപ്രീതിയുള്ള സീരിയൽ ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ്, മികച്ച സീരിയൽ സി കേരളത്തിലെ കുടുംബശ്രീ ശാരദ, ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭയായി ബിഗ് ബോസ് വിജയി ജിൻഡോയെയും മികച്ച ജനപ്രീതിയുള്ള നടിയായി അമലയെയും തിരഞ്ഞെടുത്തു. അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5 വൈകിട്ട് 5 മണി മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും. സിനിമ, സീരിയൽ, സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രശസ്ത ഗായിക സിത്താരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും. കലൂർ IMA ഹൌസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ PS സിബി, കേരള വിഷൻ ചാനൽ MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, M ശിവപ്രസാദ് എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. KCCL MD സുരേഷ് കുമാർ, COA സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതി കുമാർ, വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PS രജനീഷ്, ഷുക്കൂർ കോളിക്കര, സുധീഷ് പട്ടണം, സുബ്രഹ്മണ്യൻ, COA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ, ബിജുകുമാർ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.
വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് തയ്യാറാക്കുന്നതിനായി ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും ആരംഭിച്ചു. അകമലയിലെ കാട്ടിലെ ഗേറ്റ് പ്രദേശത്താണ് മണ്ണ് പരിശോധന തുടങ്ങിയത്. GAD തയ്യാറാക്കി റെയിൽവേയിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കുന്നതിനായി കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കേരയിൽ കോർപ്പറേഷൻ 75 ദിവസത്തിനകം GAD തയ്യാറാക്കി അംഗീകാരത്തിനായി റെയിൽവേക്ക് സമർപ്പിക്കുമെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി പറഞ്ഞു. എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ പുതിയ ട്രാക്കുകൾ നിർമ്മിക്കാൻ റെയിൽവേ ഉദ്ദേശിക്കുന്നതിനാൽ മേൽപ്പാലത്തിന്റെ ഡിസൈനും അലൈൻമെന്റും തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഈ തടസ്സങ്ങൾ നീക്കി വടക്കാഞ്ചേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായാണ് GAD തയ്യാറാക്കുന്നതിന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയതെന്ന് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി TCVയോട് പറഞ്ഞു. എറണാകുളം മുതൽ ഷൊർണൂർ വരെ 4 വരി പാത റെയിൽവേ ആക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു പരിശോധനയ്ക്ക് എത്താതിരുന്നത്. നിരന്തരമായി ഗവൺമെന്റിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററും ഇതുമെല്ലാം ചേർന്ന് PWD സെക്രട്ടറി തലത്തിൽ തന്നെ ഒരു ചർച്ച സംഘടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന അധികാരികളെ പ്രത്യേകിച്ച് RMO ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ഈ കാര്യം സംസാരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ പരിശോധന നടത്തി 2 റെയിൽപാളവും സമാന്തരമായി സഞ്ചരിക്കുന്ന ഈ ഭാഗം മേൽപ്പാലത്തിനു വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് നിർദ്ദേശിച്ചത്. നിലവിലുള്ള റെയിൽവേ ട്രാക്കിൽ നിന്ന് 30 മീറ്റർ മാറി 24 മീറ്റർ വീതിയിൽ 6 വരി ബൈപ്പാസ് റോഡാണ് ഉദ്ദേശിക്കുന്നത്. ബൈപ്പാസിന്റെ ഭാഗമായി വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെ ഒരു പാലം കൂടി നിർമ്മിക്കും. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്യോഗസ്ഥരായ KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത, കേരയിൽ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ്, നഗരസഭാ കൌൺസിലർ AD അജി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധനകൾ ആരംഭിച്ചത്. TCV ന്യൂസ് വടക്കാഞ്ചേരി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ തിരുവങ്കടം, കർണംകുട്ട്, ബസാർ എന്നിവിടങ്ങളിലേക്കുള്ള വഴി അടയ്ക്കുവാനുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ നിൽപ്പ് സമരം നടത്തി. മേൽപ്പാലത്തിന് താഴെയുള്ള വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് തിരുവങ്കടം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ VK സുജിത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ്, കൌൺസിലർ KPA റഷീദ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മേഴ്സി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പാലപ്പള്ളി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമെത്തി. പാലപ്പള്ളിയിലെ വിവിധ മേഖലകളിലാണ് കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത്. കാടിറങ്ങിയ ആനകൾ പുഴ കടന്നും തോട്ടങ്ങളിലൂടെയുമാണ് ജനവാസ കേന്ദ്രത്തിലെത്തിയത്. ഏതാനും നാളുകളായി ആനകൾ ഇറങ്ങാതിരുന്നതോടെ ഭീതിയകന്നിരിക്കുന്ന സമയത്താണ് ആനകൾ വീണ്ടും കൂട്ടമായി എത്തിയത്. കുട്ടിയാനകൾ ഉൾപ്പെടെ നിരവധി ആനകളാണ് ഓരോ കൂട്ടത്തിലുമുള്ളത്. അക്കരപ്പാടി, നടാമ്പാടം, കാരിക്കുളം എന്നിവിടങ്ങളിലാണ് ആനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. പിള്ളത്തോട് ഭാഗത്തു നിന്ന് തോട്ടത്തിലൂടെ എത്തിയ ആനകൾ രാത്രി വൈകിയും ജനവാസ മേഖലയോട് ചേർന്നുള്ള ഇടങ്ങളിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 10 ആനകളാണ് പ്രദേശത്തുള്ളത്. ആനകൾ എത്തിയതോടെ ജാഗ്രതാ കമ്മിറ്റിയും വനപാലകരും നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം എത്തിയതോടെ തോട്ടം തൊഴിലാളികളും ഭീതിയിലാണ്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കൃഷിയിടത്തിൽ കാട്ടാനകളുടെ ആക്രമണം. നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു. ചിക്ലായിയിൽ ഞാർലക്കാട് ജോസഫിന്റെ വീട്ടുപറമ്പിലെ 60ഓളം നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. 30ഓളം തെങ്ങിൻ തൈകളും കാട്ടാനക്കൂട്ടം ഒടിച്ചിട്ടുണ്ട്. ചാമക്കാലയിൽ സൈക്കിളിൽ പോയിരുന്ന വ്യാപാരിയെ ബൈക്കിടിച്ച് വീഴ്ത്തി മാല കവരാൻ ശ്രമം. നമ്പ്രാട്ടിച്ചിറയിൽ ഫ്രണ്ട്സ് ഫാബ്രിക്സ് നടത്തുന്ന കുരിക്കുടി കണക്കാട്ട് വീട്ടിൽ ശശിധരന്റെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി കടപൂട്ടി സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ചാമക്കാല തെയ്യംപറമ്പിന് സമീപത്ത് വെച്ച് പുറകിലൂടെ ബൈക്കിലെത്തിയ 2 പേർ സൈക്കിളിൽ ഇടിച്ചു വീഴ്ത്തി മാല പൊട്ടിച്ചെടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ പറഞ്ഞു. ആളുകൾ കൂടിയതോടെ ബൈക്കിലുണ്ടായിരുന്നവർ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ശശിധരൻ ചന്ദ്രാപിനിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏങ്ങണ്ടിയൂർ പൂക്കുളങ്ങരയിൽ ലോറിയിടിച്ച് വീട്ടമ്മ മരിച്ചു. ഏങ്ങണ്ടിയൂർ സ്വദേശി മങ്ങാട്ട് വീട്ടിൽ 64 വയസ്സുള്ള ശാലിനിയാണ് മരിച്ചത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ലോറിയിടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
ചെറുതുരുത്തിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് അപകട കാരണം. സംഭവത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 52 വർഷം കഠിന തടവ്. അഴീക്കോട് മേനോൻ ബസാർ ചേരക്കര വീട്ടിൽ ബിനുവിനാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതി 52 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. 2022 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 10 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മിഠായി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി പീഡിപ്പിക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS സുലാൽ കോടതിയിൽ ഹാജരായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി ചേറ്റുവ മത്സ്യഭവനിലേക്ക് മാർച്ച് നടത്തി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിക്കുക, മത്സ്യബന്ധന യാനങ്ങളുടെ വാർഷിക ഫീസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചേറ്റുവ ഹാർബർ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചേറ്റുവ മത്സ്യഭവൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആന്റണി കുരിശിങ്കൽ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി പ്രസിഡന്റ് VC മുരളി വലപ്പാട് അധ്യക്ഷത വഹിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി സംസ്ഥാന പ്രസിഡന്റ് PV ജനാർദ്ദനൻ, CA ഗോപപ്രതാപൻ, മുജീബ് പുളിങ്കുന്നത്ത്, KN രാജൻ, US സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൈറ്റിന്റെ ആപ്പിന് ബദലായി വോട്ടിംഗ് ആപ്പും എനി ടൈം ഷോപ്പിംഗ് സംവിധാനവും വികസിപ്പിച്ചെടുത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥി ആമിർ റസ. മാള പള്ളിപ്പുറം പുത്തൻകാട്ടിൽ റിയാസിന്റെയും സജിന സമദിന്റെയും മകനായ ആമീർ റസ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് വോട്ടിംഗ് ആപ്പ് വികസിപ്പിച്ചെടുക്കാൻ പ്രചോദനമായത്. തെരഞ്ഞെടുപ്പിൽ കൈറ്റ് ആപ്പ് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിനിടയിൽ എങ്ങനെയോ കൈത്തട്ടി കണക്ഷൻ പോയി ലാപ്ടോപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. ഇതോടെ അതുവരെ ചെയ്ത വോട്ടുകൾ സംരക്ഷിക്കപ്പെടാതെ പോയതിനാൽ ആമീർ റസ ഉൾപ്പെടെയുള്ള എല്ലാവരും വീണ്ടും വോട്ട് രേഖപ്പെടുത്തേണ്ടതായും വന്നു. ഇത്തവണയും അതേ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശമാണ് അധ്യാപകർ നൽകിയത്. അപ്പോഴാണ് ആമീർ റസ മികച്ച വോട്ടിംഗ് ആപ്പിനെക്കുറിച്ച് ചിന്തിച്ചത്. തുടർന്ന് ഒരാഴ്ചയോളം പരീക്ഷിച്ചാണ് പുതിയ ആപ്പിലേക്ക് എത്തിയത്. ഈ വോട്ടിംഗ് ആപ്പിൽ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ കൂടുതൽ മൊബൈൽ ഫോണുകൾ വയർലെസ്സായി ബന്ധിപ്പിക്കാം. ഓരോ ബൂത്തിലും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന വോട്ട് ഒരൊറ്റ യൂണിറ്റിലേക്ക് എത്തുന്നു. ഓരോ വോട്ടും സംരക്ഷിക്കപ്പെടുന്നതിനാൽ കമ്പ്യൂട്ടർ ഓഫായാലും തടസ്സമാകില്ല. ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ അതിൽ കാണുന്ന IP അഡ്രസ് ഉപയോഗിച്ച് ഫോണും കമ്പ്യൂട്ടറും കണക്ട് ചെയ്യാം. ഒരു കമ്പ്യൂട്ടറിൽ ഒരേ സമയം എത്ര ഫോണുകൾ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നേരം എത്ര ബൂത്തുകൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരാൾ ആദ്യം വോട്ട് ചെയ്തതിന് ശേഷം ഈ കമ്പ്യൂട്ടറിൽ നെക്സ്റ്റ് വോട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ആൾക്ക് വോട്ട് ചെയ്യാനും സാധിക്കൂ. പിന്നെ എൻഡ് വോട്ടിംഗ് കൊടുത്തതിന് ശേഷം മാത്രമേ അതിലുള്ള റിസൾട്ടുകളും ഒരാൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓരോ വോട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വോട്ട് ചെയ്ത ഡാറ്റ അപ്പോൾ തന്നെ സേവ് ആകും. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ അറിയാതെ ക്ലോസ് ആയി പോയാലും നമുക്ക് അവിടെ വെച്ച് തന്നെ ആ വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാം. സമയം കളയാതെ ഷോപ്പിംഗ് നടത്താവുന്ന എനി ടൈം ഷോപ്പിംഗ് സംവിധാനം കഴിഞ്ഞ ദിവസം കൈറ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ പ്രദർശനത്തിൽ അവതരിപ്പിച്ചിരുന്നു. വ്യാപാര സ്ഥാപനത്തിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴുണ്ടാകുന്ന സമയനഷ്ടം ഒഴിവാക്കുവാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വ്യാപാര സ്ഥാപനത്തിൽ ഒരുക്കുന്ന സംഭരണിയിൽ വിൽക്കാനുള്ള സാധനങ്ങൾ ശേഖരിച്ച് അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തണം. ഇതിന്റെ QR കോഡ് അടിസ്ഥാനത്തിലുള്ള സൗകര്യം മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ബന്ധം സജ്ജമായാൽ വ്യാപാര സ്ഥാപനത്തിലെ സ്റ്റോക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കും. സാധനങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്യാനും ബില്ലടയ്ക്കാനും കഴിയും. പിന്നീട് കടയിൽ എത്തി QR കോഡ് സ്കാൻ ചെയ്താൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ പുറത്തേക്ക് വരും. സമയം കളയാതെ വേഗത്തിൽ ഷോപ്പിംഗ് നടത്താനുള്ള സംവിധാനം കൈറ്റിൽ അവതരിപ്പിച്ച് ആമീർ റസ കൈറ്റ് പ്രദർശനത്തിൽ കയ്യടി നേടി. TCV മാള. ചാവക്കാട് തിരുവത്ര ബദരിയ പള്ളിയിൽ മോഷണ ശ്രമം. പള്ളിയുടെ അകത്തെ വാതിൽ കുത്തിത്തുറക്കുകയും ഉസ്താദ് താമസിക്കുന്ന റൂമിലെ മേശ തുറന്ന് സാധനങ്ങൾ വലിച്ചിട്ട നിലയിലുമാണ്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. ശിവേലിക്ക് ശേഷം നടന്ന ചടങ്ങിൽ മേൽശാന്തി PS മധുസൂദനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മൈസൂർ സ്വദേശി ഗോപാൽ S പണ്ഡിറ്റാണ് ആനയെ നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ ജൂനിയർ വിഷ്ണുവിനെയാണ് ചടങ്ങിന് നിയോഗിച്ചത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ CR ലൈജുമോൾ, അസിസ്റ്റന്റ് മാനേജർ E സുന്ദരരാജ്, പാരമ്പര്യ അവകാശികളായ മാതേമ്പാട്ട് ചന്ദ്രശേഖരൻ നമ്പ്യാർ, കിഴക്കേ കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചാലക്കുടി കൊന്നക്കുഴിയിൽ പാചകവാതക സിലിണ്ടർ തുറന്ന് തീ കൊളുത്തിയ യുവാവിന് ഗുരുതര പൊള്ളലേറ്റു.
കൊന്നക്കുഴി പള്ളിക്ക് സമീപം തണ്ടാപ്പള്ളി ജോസിന്റെ മകൻ അരുണിനാണ് പൊള്ളലേറ്റത്. ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരിക്ക് അടിമപ്പെട്ട യുവാവാണ്. ഇത് സംബന്ധിച്ച് ചികിത്സ നടക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. മറ്റത്തൂർ മാങ്കുറ്റിപ്പാടം വാർഡ് തല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. ആദരണ ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം ശിവരാമൻ പൂതിയിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷൈനി ബാബു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, KP ശ്രീധര പിഷാരടി, CH സാദത്ത്, നൈജോ ആന്റോ, OP ജോണി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ചിറമനേങ്ങാട് സ്വദേശി AN മുഹമ്മദ് നിഹാൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. തിരുവളന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. അമ്പലത്തുവീട്ടിൽ നൌഷാദ് ഷാനിബ ദമ്പതികളുടെ മകനാണ്. കടങ്ങോട് വടക്കുമുറി പാടശേഖരത്തിൽ നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ ബിബിൻ പൌലോസ്, പാടശേഖര സമിതി പ്രസിഡന്റ് വിശ്വംഭരൻ തുടങ്ങിയവർ പങ്കെടുത്തു. താന്യം പഞ്ചായത്തും തൃപ്രയാർ സാമൂഹികാരോഗ്യ കേന്ദ്രവും ചേർന്ന് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ സതി ജയചന്ദ്രൻ, മീന സുനിൽ, രഹന പ്രജു തുടങ്ങിയവർ സംസാരിച്ചു. തുറന്നാൽ അടയ്ക്കാനോ അടച്ചാൽ തുറക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് ചാലക്കുടി പുഴ കായലുമായി ചേരുന്ന കണക്കൻകടവിലെ തടയണ. പുഴയിലെ ജലനിരപ്പ് അനുസരിച്ച് ഷട്ടറുകൾ കൃത്യമായി ഉയർത്തുവാനും താഴ്ത്തുവാനും കഴിയാത്ത നിലയിൽ ഷട്ടറുകൾ തകർന്നിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കായി ഉയർത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഷട്ടറുകൾ മാറിയിട്ടുണ്ട്. പൂർണ്ണമായും തകർന്ന ഒരു ഷട്ടർ അറ്റകുറ്റപ്പണികൾക്കായി 10.70 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ഷട്ടർ മാത്രം അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ പ്രയോജനം ലഭിക്കില്ല. ഇവിടുത്തെ 10 ഷട്ടറുകളും ഭാഗികമായി തകർന്ന ചോർച്ചയുള്ള അവസ്ഥയിലാണ്. അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ഒരു ഷട്ടർ പൂർണ്ണമായും തുറന്നു കിടക്കുകയാണ്. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നാൽ വേഗത്തിൽ ഉപ്പ് കയറാനുള്ള സാധ്യതയാണുള്ളത്. കണക്കൻകടവിലെ എല്ലാ ഷട്ടറുകളും മാറ്റുന്നതിന് 3.30 കോടി രൂപയുടെ പദ്ധതി ജലസേചന വകുപ്പ് തയ്യാറാക്കിയെങ്കിലും അംഗീകാരം ലഭിച്ചിട്ടില്ല. മഴ കുറഞ്ഞാൽ ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയിലാണ് തൃശൂർ, എറണാകുളം ജില്ലകളിലുള്ള കർഷകർ. ചാലക്കുടി പുഴയിലെ ആശ്രയിച്ചാണ് കൂടുതലെ കാർഷിക ആവശ്യത്തിനുള്ള ജലസേചനവും കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു പോകുന്നു. ചാലക്കുടി പുഴയുടെ അവസാന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കണക്കൻകടവ് ബ്രിഡ്ജും അതിനോട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഷട്ടറും സമയബന്ധിതമായിട്ട് വെള്ളപ്പൊക്കം വരുമ്പോൾ പൊക്കി വിടുന്നതിനോ അത് വെള്ളം കുറയുമ്പോൾ താത്തിയിടുന്നതിനോ ഷട്ടറിന് തകരാറ് പോലെ സാധിക്കാറില്ല. വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഷട്ടർ പൊക്കി ബണ്ട് സമയബന്ധിതമായിട്ട് പൊട്ടിയില്ലെങ്കിൽ കുഴൂര് ഗ്രാമപഞ്ചായത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ 3-4 വാർഡുകളിൽ വെള്ളം കയറി വീടുകളിലും കൃഷിയും നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പുഴയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ യാന്ത്രികമായി ഷട്ടറുകൾ ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകും. തടയണയിൽ നിന്ന് 750 മീറ്റർ ദൂരം മാത്രമേ കായലുമായി സംഗമിക്കുന്ന ഭാഗത്തേക്കുള്ളത്. 1999 നിർമ്മിച്ച പാലത്തിന്റെയും തടയണയുടെയും അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടത്താറില്ല. ഉയർന്ന നിലയിലുള്ള ഷട്ടർ അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്താൻ നടപടിയെടുത്തില്ലെങ്കിൽ തൃശൂർ ജില്ലയിലെ അന്നമനട, കുഴൂർ, പൊയ്യ, എറണാകുളം ജില്ലയിലെ പാറക്കടവ്, പുത്തൻവേലിക്കര, കുന്നക്കര പഞ്ചായത്ത് പ്രദേശങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയിലാണ്. TCV ന്യൂസ്, മാള. ജനകീയ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചുവരുന്ന കല്ലൂർ പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ 14ാം വാർഷികവും അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നായരങ്ങാടി ഷൺമുഖ ഹാളിൽ നടക്കുന്ന പൊതുയോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. രാജൻ കൊളങ്ങരപ്പറമ്പിൽ, ഓമന സഹദേവൻ, KS ജയപ്രകാശ്, സന്ദീപ് കണിയത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളറക്കാട് വില്ലേജ് ഓഫീസ് പരിസരം കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിയാരം സർവീസ് സഹകരണ ബാങ്ക് ഓണത്തിന് മുന്നോടിയായി വിലക്കുറവിൽ അരി വിതരണം നടത്തുന്ന പദ്ധതി ഓഹരിക്കാരെ നട്ടം തിരിച്ചു.
ഹെഡ് ഓഫീസിലും എലഞ്ഞിപ്ര ശാഖയിലും നടന്ന മുൻകരുതലില്ലാത്ത അരി വിതരണമാണ് ആളുകൾക്ക് വിനയായത്. രണ്ടിടത്തും ഒരു കൗണ്ടർ മാത്രമേ ഏർപ്പെടുത്തിയിരുന്നുള്ളൂ. ഉച്ചതിരിഞ്ഞ് 2 മണിവരെയായിരുന്നു വിതരണം. വിവരം അറിഞ്ഞെത്തിയ ആളുകൾ മണിക്കൂറുകളോളം വരിയിൽ കാത്തുനിന്നു. വാഹനങ്ങൾ കടന്നുപോകുന്നതിന്റെ അരികിലായിരുന്നു നീണ്ട ക്യൂ. നിശ്ചിത സമയം കഴിഞ്ഞതോടെ നിരവധി പേർ അരി കിട്ടാതെ മടങ്ങി. ഒരു റേഷൻ കാർഡിന് 10 കിലോ അരി 250 രൂപയ്ക്ക് നൽകുന്നതാണ് പദ്ധതി. പുതുക്കാട് ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. വടക്കേത്തുറവ് എടശ്ശേരി വീട്ടിൽ വേലായുധന്റെ മകൻ 48 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6705 രൂപ, പവന് 53,640 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3197 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ പാഴിയോട്ടുമുറിയിൽ മരം ഒടിഞ്ഞു വീണ് 2 വാഹനങ്ങൾ തകർന്നു. 2 പേർക്ക് പരിക്കേറ്റു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കേരള ഷോളയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു. ചാലക്കുടിയിൽ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്തു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തിയവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത്. പാവറട്ടി ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശോചനീയാവസ്ഥയിൽ. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൌചാലയം അടച്ചിട്ടതിനാൽ ശങ്ക തീർക്കാനാകാതെ യാത്രക്കാർ നെട്ടോട്ടത്തിൽ. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ, നടൻ പ്രഭിൻ, നടി ഐശ്വര്യ രാംസായി. വടക്കഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവേ നടപടികൾ ആരംഭിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.